ബൈക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിന് ദാരുണാന്ത്യം. വഴിക്കടവ് ആലപ്പൊയ്കയിൽ സ്വദേശി ജുനീദാണ് മരിച്ചത്. മഞ്ചേരി തൃക്കലോടവ് വെച്ചാണ് അപകടം. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് ഇന്നലെ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മൺകൂനയിൽ ഇടിച്ചിട്ടാണ് പുള്ളിക്കാരന്റെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള ഒരു റീസൺ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുറെ ആരോപണങ്ങളുണ്ട്. അതായത് ഇത് കൊലപാതകമാണോ അതോ ഇനി പുള്ളിക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ തന്നെ മരിച്ചതാണോ എന്നൊന്നും ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പുള്ളിയുടെ പേരിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പീഡന കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 2 വർഷത്തോളം ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന്, അതായത് വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പരാതി വന്നത്. ആ ഒരു പരാതി വന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു കേസ് കേട്ടിട്ട് വലിയ ജെനുവിനിറ്റി തോന്നുന്നില്ല. അതായത് 2 വർഷത്തോളം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2 വർഷത്തോളം ഒരു പെൺകുട്ടിയെ ബലാത്കാര്യമായിട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത് ഇപ്പോഴും പെൺകുട്ടികളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പം എന്തായാലും ജുനൈദിന്റെ വാർത്ത അറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും, കാര്യം പുള്ളിക്കാരനെ കളിയാക്കിയവർ വരെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. ശരിക്കും ഞാനും ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് കുത്തുവാക്കുകളും കളിയാക്കലുകളുമാണ് ആ പുള്ളിക്ക് നേരിട്ടിട്ടുള്ളത്. കാര്യം നമ്മളായാലും ആ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടിരുന്ന് ചിരിച്ചിട്ടുണ്ട്, കാര്യം എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് വെച്ച്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാര്യം നമുക്ക് പേഴ്സണലി അടുപ്പോ പരിചയമോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ പോലും ഇതുപോലൊരു അലിഗേഷൻ വരുന്നു, അതിന്റെ പുറകെ തന്നെ ഇങ്ങനെ ഒരു മരണ വാർത്ത വരുന്നു. അത് സത്യം പറഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. ബൈക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിന് ദാരുണാന്ത്യം. വഴിക്കടവ് ആലപ്പൊയ്കയിൽ സ്വദേശി ജുനീദാണ് മരിച്ചത്. മഞ്ചേരി തൃക്കലോടവ് വെച്ചാണ് അപകടം. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ അപകടത്തെപ്പറ്റി പോലീസ് എന്താണ് പറയുന്നത്? അജി, ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6:20 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബ്ലോഗറും ഇൻസ്റ്റഗ്രാം താരവുമായ ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ജുനൈദ് ഈ വഴിക്കടവ് ഭാഗത്ത് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെ തൃക്കലങ്ങോട് മരത്താണിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് മൺകൂനയിൽ ഇടിച്ചിട്ട് രക്തം വാർന്ന് കിടക്കുമായിരുന്നു. അതായത് ഒരുപാട് നേരം റോഡിൽ അങ്ങനെ കിടന്നു എന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താനായിട്ട് പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. കാര്യം ഇന്ന് നമ്മൾ ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഉറക്കം ഇന്നിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ ഒരു വാർത്ത കേൾക്കുന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, നെഗറ്റീവായിട്ടും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് യവനായിട്ട് വരുത്തി വെച്ചതായിരിക്കും, അവനത് കിട്ടണം എന്നുള്ളൊക്കെ രീതിയിൽ വളരെ മോശമായിട്ടുള്ള കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ആലോചിച്ചു, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടും അതിനെതിരെ വന്ന് തോന്നിവാസം പറയണത് ശരിയുള്ള ഒരു പരിപാടിയാണോ? അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ പുള്ളി മരിച്ചുപോയി, മരിച്ചിട്ടും അയാളെ വെറുതെ വിടുന്നില്ല എന്ന് പറയണത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടല്ല. ചില ബസ് തൊഴിലാളികളാണ് ആദ്യം ജുനൈദിനെ കണ്ടത്. ഈ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട്, തല ഇടിച്ചാണ് വീണതെന്നാണ് കരുതുന്നത്. ഇതാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള വിവരമാണിത്. മറ്റു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ മരണകാരണം എന്താണ് വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി ഈ തലയിടിച്ച് വീണതാകാമെന്നാണ് കരുതുന്നത്. ഉടൻ തന്നെ ഈ ബസ് തൊഴിലാളികളുടെ മറ്റൊക്കെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പൂവത്തുംപൊയിൽ വലിയ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക. ഒപ്പം തന്നെ ജംഷീർ, നമുക്കറിയാം ഈ റീൽസ് താരം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക? ഏതെങ്കിലും ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? മറ്റു വിശദാംശം അജി, നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ ദുരൂഹതയില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ വിവരം. അപകട മരണം ആണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും വിവരങ്ങൾ ലഭ്യമാകുക. ഈ ഒരു മരണത്തിൽ ദുരൂഹത എന്ന് പറയണത്, കാര്യം കുറച്ച് നാൾക്ക് മുന്നേ ഈ ഒരു പീഡന ആരോപണം വന്നിട്ടുണ്ടല്ലോ, അതിന് പുറകെ തന്നെയാണ് ഇങ്ങനെ ഒരു മരണം വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് കൊലപാതകമാണോ ഇല്ലയോ എന്ന്. അപ്പം അതിനോട്ട് ലീഡ് ചെയ്യുന്ന ഒരു തെളിവുകളും ഇതുവരെ പോലീസുകാർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ ഒന്നും നമുക്ക് കൺഫേം പറയാനും പറ്റത്തില്ല. ആ ഒരു സ്ഥിതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വേണ്ട രീതിയിൽ അന്വേഷിച്ചത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുക. കാര്യം എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ തന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് കഴിവതും നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് മാക്സിമം യൂസ് ചെയ്യുക.
കാര്യം ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. അല്ലാതെ ഇപ്പോൾ ഈ കുറേ പിള്ളേരൊക്കെ ഇപ്പോൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ഓരോ പ്രകടനങ്ങളൊക്കെ കാണിക്കുമ്പം മനസ്സിലാക്കുക. കാര്യം ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാര്യം ഇവിടെ ജുനൈദിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പം ഒരുപാട് നേരമൊക്കെ ചോര വാർന്നൊക്കെ റോഡിൽ കിടന്നതിൻ്റെ പേരിലായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ഇനിയിപ്പം ആരെങ്കിലും വേറെ രീതിയിൽ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചോ, അത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം അവിടുത്തെ രീതി, ആ ബൈക്ക് ആക്സിഡൻ്റ് ആയ ഇതെല്ലാം കൂടെ കണ്ട് വെച്ചിട്ട് പുള്ളിക്കാരൻ ബൈക്ക് ആക്സിഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസുകാരും പറയുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളിയുടെ പേരിലുണ്ടായ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഒരു പീഡന പരാതി. അതിനെ പറ്റിയിട്ടൊരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. മലപ്പുറത്ത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ജുനൈദാണ് പിടിയിലായത്. മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? എന്തായിരുന്നു പരാതി? പോലീസ് നടപടി എങ്ങനെയായിരുന്നു? കഴിഞ്ഞ 2 വർഷമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ കഴിഞ്ഞ 2 വർഷമായി മലപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നഗ്ന ഫോട്ടോകൾ എടുക്കുകയും ഈ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ്. കേട്ടോ, ഇതായിരുന്നു ആ ഒരു ന്യൂസ് വന്നത്. ഇതിന് ജുനൈദ് റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. ആ ഒരു റിപ്ലൈ വീഡിയോ ഒന്നും വലുതായിട്ട് ആരും എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ശരിക്കും ഈ ഒരു കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ 2 വർഷത്തോളം റിലേഷൻഷിപ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്ന് ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് എന്നെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നതായിരിക്കും. കാര്യം ഒരു കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം ഈ പറയുന്ന ജുനൈദുമായിട്ട് റിലേഷനായിട്ടിരുന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക എന്ന് അതിനകത്തോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സത്യം അറിയാതെ തന്നെ ഒരാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചിട്ട് അവനെ നമ്മുടെ നാട് മൊത്തം ചീത്ത വിളിക്കുന്ന ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്ന് ജുനൈദ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് കാണാം. ഞാൻ നിൽക്കുന്നത് മഞ്ചേരി എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? എവിടെയാണ് അവരുടെ കടിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഓരോ വർത്തമാനവും കാര്യങ്ങളും. ഈ എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത് ഒരു കാര്യത്തിലും. കാരണം വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ, സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ, ഇതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ സംഭവത്തിൽ ചെറുതായിട്ടുണ്ടായ തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കൂലല്ലോ. കേട്ടോ, തെറ്റിദ്ധാരണയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കൂരല്ലോ എന്ന്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റും പുള്ളി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അറിയാതെ ഓരോന്ന് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ, സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദമാക്കി തരാം, വെയിറ്റ് ചെയ്യൂ എന്നാണ് ഈ ഒരു പുള്ളി ഇട്ടേക്കുന്ന ആ ഒരു കമൻറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇനിയിപ്പം പുള്ളിയുടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യം വിളിച്ച് പറയാൻ പോലും പുള്ളിക്കാരനിപ്പം ജീവനോടെ ഇല്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്. എന്തായാലും പുള്ളിയുടെ ആ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വട്ടമെങ്കിലും ചിരിക്കാത്ത ഒരു മനുഷ്യരില്ല. കളിയാക്കാനാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും. പക്ഷെ ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളിയെ വെറുതെ വിടുക. കാര്യം മരണം ഈ പറയുന്ന ആർക്കും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒന്നാണ് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പോയിട്ട് കുറേ വായി നോക്കികൾ വന്നിരുന്ന് കമൻ്റ് ഇടുന്നുണ്ട്, നിനക്കിത് കിട്ടണം, അവനായിട്ട് വരുത്തി വെച്ചതാണ്. ഒരു ഉളുപ്പുമില്ലടാ നാറികള നിനക്കൊക്കെ. ഒരു ബോധവും ഇല്ലാത്ത കുറേ എണ്ണം. അതായത് ഒരാൾ മരിച്ചു കിടന്നിട്ട് പോലും അവനൊക്കെ കമൻ്റ് ഇട്ടുണ്ടാക്കണം. കഷ്ടം തോന്നുന്നു. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.